അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ലോകരക്ഷകനെ കാണാൻ ആദ്യം ക്ഷണിക്കപ്പെട്ടവരിൽ ദരിദ്രരും വിദേശികളും ഉൾപ്പെടുന്നുവെന്ന് ഫ്രാൻസിസ് പാപ്പ. ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിച്ച പാപ്പ താൽക്കാലികമായി പൊതുകൂടിക്കാഴ്ച നിർത്തിവെച്ചിരുന്നു. അതിനു പകരം നൽകിയ മതബോധന പ്രബന്ധത്തിലാണ് മാർപ്പാപ്പ ഇപ്രകാരം അനുസ്മരിപ്പിച്ചത്. ദൈവിക സാന്നിധ്യത്തിലേക്ക് നടന്നെടുക്കുവാൻ പ്രവാചക ഗ്രന്ഥങ്ങൾ അറിഞ്ഞാൽ മാത്രം പോരാ എന്നും ദൈവവചനം ആഴത്തിൽ പഠിക്കാനും അതിലൂടെ ദൈവത്തെ കണ്ടെത്താനും ആ ആഗ്രഹത്താൽ സ്വയം ചൊലിക്കാനും അനുവദിക്കണമെന്നും മാർപ്പാപ്പ വിശ്വാസികളെ ഉദ്ബോധിപ്പിച്ചു. കൊല്ലം രൂപതയുടെ പ്രഥമ തദ്ദേശീയ മെത്രാനായ ദേവദാസൻ ബിഷപ്പ് ജെറോം എം ഫെർണാണ്ടസിന്റെ 33ാം ചരമവാർഷികം നടത്തപ്പെടുന്നു. ഇതിന്റെ ഭാഗമായി ഫെബ്രുവരി 26 ബുധനാഴ്ച വൈകിട്ട് 4:30 തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് കത്തീഡ്രലിൽ വെച്ച് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് കൊല്ലം രൂപത അധ്യക്ഷൻ അഭിവന്യ പോൾ ആന്റണി മുല്ലശ്ശേരി പിതാവ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 1937 ഡിസംബർ 12 കൊല്ലം രൂപതയുടെ പ്രഥമ തദ്ദേശീയ മെത്രാനായി ഉയർത്തപ്പെട്ട ബിഷപ്പ് ജെറോം എം ഫെർണാണ്ടസ് പിതാവ് തന്റെ 41 വർഷക്കാലത്തിൽ വളരെ സുപ്രധാനമായ പല ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷിയായി മാറി. തന്നെ ബരമേൽപ്പിച്ചിരിക്കുന്ന ജനതയ്ക്ക് സാമൂഹ്യവും വിദ്യാഭ്യാസപരവുമായ ഉന്നതി ആവശ്യമാണെന്ന് കണ്ട അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്തിന് കൂടുതൽ ഊന്നൽ നൽകി. പിന്നീട് 2019 ഫെബ്രുവരി 24 പിതാവിനെ ദേവദാസനായി പ്രഖ്യാപിച്ചു. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് റോമിലെ ജെമല്ലി പോളിക്ലിനിക് ആശുപത്രിയിൽ തുടരുന്ന ഫ്രാൻസിസ് പാപ്പയ്ക്ക് സൗഖ്യം ആശംസിച്ചുകൊണ്ട് എക്യുമെനിക്കൽ പാത്രിയാർക്കീസ് ബർത്തലോമിയോ ഒന്നാമൻ കഴിഞ്ഞ ദിവസം കത്ത് കൈമാറി. ഫ്രാൻസിസ് പാപ്പയ്ക്ക് ദൈവാനുഗ്രഹത്താൽ തന്റെ കടമകളിലേക്ക് വേഗം മടങ്ങാനാകട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. ഫ്രാൻസിസ് പാപ്പയുടെ നിത്യയാത്രയ്ക്കുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി ഫനാറിലെത്തിയ കർദിനാൾ ജോർജ് കുവക്കാട് പിതാവിന്റെ കയ്യിൽ നേരിട്ടാണ് സ്വന്തം കൈപ്പടയിൽ എഴുതിയ കത്ത് കഴിഞ്ഞ ദിവസം പാത്രിയാർക്കീസ് നൽകിയത്. യേശുക്രിസ്തുവിന്റെ പരസ്യ ജീവിതത്തെ കേന്ദ്രമാക്കി നിർമ്മിച്ച് പ്രേക്ഷകർക്ക് ഇടയിൽ വൻ ഹിറ്റായി മാറിയ ദി ചോസൺ ബൈബിൾ പരമ്പരയിലെ സീസൺ 5 ഔദ്യോഗിക ട്രെയിലർ പുറത്തിറങ്ങി. ഇന്നലെ ഫെബ്രുവരി 20 പുറത്തിറക്കിയ ട്രെയിലർ ഇതിനോടകം 7 ലക്ഷത്തിലധികം പേരാണ് കണ്ടിരിക്കുന്നത്. യേശുവിന്റെ മരണത്തിന് തൊട്ടു മുമ്പുള്ള ആഴ്ചയിലെ നിരവധി സുപ്രധാന നിമിഷങ്ങളെ അടയാളപ്പെടുത്തിയാണ് ട്രെയിലർ. ജെറുസലേമിലേക്കുള്ള യേശുവിന്റെ രാജകീയ പ്രവേശനം, ദേവാലയ ശുദ്ധീകരണം, യൂദാസിന്റെ വഞ്ചന, അന്ത്യത്താഴം എന്നിവ ഉൾപ്പെടെ സീസൺ 5 പ്രമേയമാകുന്നുണ്ടെന്നാണ് ട്രെയിലർ സൂചിപ്പിക്കുന്നത്. വിദ്യാഭ്യാസ, ആരോഗ്യ, ആതുര ശുശ്രൂഷ രംഗത്ത് നിസ്തുല സംഭാവനകൾ നൂറ്റാണ്ടുകളായി നൽകുന്ന ക്രൈസ്തവ സ്ഥാപനങ്ങൾ തകർക്കാനായി അണിയറയിലൊരുങ്ങുന്ന ആസൂത്രിത നീക്കങ്ങൾ വിലപ്പോവില്ലെന്നും സാമൂഹ്യ വിരുദ്ധരുടെ വെല്ലുവിളികളെ യാതൊരു കാരണവശാലും അനുവദിച്ചു കൊടുക്കില്ലെന്നും കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലീറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവലിയർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ. ഉന്നത നിലവാരം പുലർത്തുന്നതും വിശിഷ്ട സേവനങ്ങൾ പങ്കുവെക്കുന്നതുമായ ക്രൈസ്തവ സ്ഥാപനങ്ങളിലേക്ക് നുഴഞ്ഞുകയറി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്ന തീവ്രവാദി ശക്തികളെയും നിരോധിത സംഘടനകളുടെ മറുരൂപങ്ങളെയും ക്രൈസ്തവ സമൂഹം തിരിച്ചറിയുന്നു. അതിനാൽ അനാവശ്യ സമരങ്ങളും വിവാദങ്ങളും സൃഷ്ടിച്ച് നാടിന്റെ സാമൂഹ്യ ക്രമത്തെയും ജനജീവിതത്തെയും വെല്ലുവിളിക്കുന്നവർക്കെതിരെ ജനമനസാക്ഷി ഉയരണമെന്നും ഇവർക്കെതിരെ സർക്കാർ സംവിധാനങ്ങൾ നിയമപരവും ശക്തവുമായ നിലപാടുകൾ എടുക്കണമെന്നും VC സെബാസ്റ്റ്യൻ അഭ്യർത്ഥിച്ചു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.